നമ്മുടെ കേരളത്തിലെ കോൺസേർട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് നോർത്ത് ഇന്ത്യകളിലൊക്കെ ഉടനീളം നിലനിന്നിരുന്ന കോൺസേർട്ട് കേരളത്തിലേക്ക് വലിയ മാറ്റത്തോടു കൂടി എത്താണ്. പണ്ട് കാലങ്ങളിൽ എം ജി ശ്രീകുമാർ, അതേപോലെ തന്നെ മാപ്പിള ഗായകന്മാർ കണ്ണൂർ ഷെരീഫ്, അതേപോലെ സലീം കൊടത്ത് എന്നീ ഉൾപ്പെടെയുള്ള ഗായകന്മാർ നടത്തി വരുന്ന സ്റ്റേജ് ഷോ, കോമഡി ഷോ പരിപാടികളൊക്കെ വലിയ രീതിയിൽ ഇന്നത്തെ കേരളത്തിലേക്ക് എത്തുമ്പോൾ മാറ്റം സംഭവിക്കുകയാണ്. അതായത് നോർത്ത് ഇന്ത്യകളിൽ നിന്നിട്ടുള്ള, കാരണം നോർത്ത് ഇന്ത്യകളിൽ പണ്ട് കാലങ്ങളിലെ ലൈവായിട്ട് നിന്നുള്ള പ്രശസ്തരായ ആളുകളെ ജനങ്ങളുടെ ഇഷ്ടാനുസരണം, അതായത് ഇന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ ക്രൗഡ് കൂടും എന്നുള്ള രീതിയിലേക്ക് ഇഷ്ടാനുസരണം അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും അവരുടെ DJ പ്രോഗ്രാമിന് വേണ്ടി, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ മറ്റുള്ള ബാറ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെയുള്ള ഒട്ടുനീത സ്ഥാപനങ്ങൾക്ക് ആളുകൾ എത്തിപ്പെടാൻ വേണ്ടി ഒരു മാർക്കറ്റിങ്ങിന് കൂടിയാണ് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ കൺസേർട്ട് കൾച്ചർ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് കേരളത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. അതായത് വലിയ മാറ്റം സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സിനിമകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്, അതേപോലെ ഇനാഗ്രേഷൻ പരിപാടികൾക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മളെ ഒരു വർഷം തികയുമ്പോൾ ഇവർ വമ്പം പരിപാടി കേരളത്തിൽ കോൺസേർട്ട് പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. അപ്പം അതിൽ ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, ഇപ്പം ഹനാൻഷനാണ്, ഹനാൻഷ വന്നാലേ ആളുകളുടെ ക്രൗഡ് ഉണ്ടാവൂ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടും നന്ദഗോവിന്ദം ഭജൻസ് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ക്രൗഡ് കൂടും. അതിലൂടെ പ്രൊമോഷന്, അതേപോലെ തന്നെ അമ്പല പരിപാടികൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇവരെ കാണാൻ, ഇവർക്ക് തന്നെ ഒരുപാട് ഫാൻസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരെ കാണാൻ വേണ്ടി ആളുകൾ വരും. അവരുടെ പ്രോഗ്രാം ഒന്നും വേണം, നമ്മളെ വേടൻ്റെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രൗഡാണ്. കോൺസേർട്ട് ഇപ്പം മാർക്കറ്റിംഗ് ടൂളായിട്ട് വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ലൈവായിട്ട് സാധനങ്ങൾ കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ പ്രോഗ്രാം ആവട്ടെ, ഈവൻ ഫുഡിന് മേഖല ആയാലും ലൈവ് ഫുഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവിടെ എന്താവുക, അത് ലൈവ്, അതൊരു ക്യൂരിയോസിറ്റിയാണ്. അതായത് അത് ലൈവോട് കൂടി കണ്ട് കഴിക്കുക, അല്ലെങ്കിൽ ലൈവോട് കൂടി ഒരാളെ നേരിട്ട് കണ്ട് അവർ ഡാൻസ് കളിക്കുന്നതും അവർ പറയുന്നതും, ഇനി വേടൻ്റെ പ്രോഗ്രാം ആണെങ്കിലും ഹനാൻഷൻ്റെ പ്രോഗ്രാം ആണെങ്കിലും ഇതൊക്കെ വിത്ത് ലൈവായിട്ട് കാണുന്നതിനെ കൊണ്ട് ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടുവരുന്ന ആളുകൾ മാർക്കറ്റിംഗ് ടൂളായിട്ടുമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്.